അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫുകളാണ്. അതായത് നമ്മൾ ഹിസ്റ്റോഗ്രാം പഠിച്ചു, അതേപോലെ നമ്മളെ ഫ്രീക്വൻസി പോളുകൾ പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം. അതായത് നമുക്കിപ്പോൾ ഒരു നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടാവും. ആ ഒബ്സർവേഷൻസ് ഏത് ക്ലാസ്സിലാണ് നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടാവും, അത് സ്പെസിഫൈ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ടാവും. അതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. പക്ഷേ ചില കേസസിൽ നമുക്ക് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ പെർട്ടിക്കുലർ ക്ലാസ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ടാവില്ല. അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂവിൻ്റെ അകത്താണ് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഈ വാല്യൂസിൻ്റെ അകത്താണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഇൻഫോർമേഷൻസിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമുക്കിപ്പോൾ കുറച്ച് ക്ലാസ്സസ് തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൻ്റെ അകത്ത് വാല്യൂസ് ഉണ്ട് 0 to 10, 10 to 20, അതേപോലെ 50 to 60 വരെയുള്ള ക്ലാസ്സസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് 1, 2, പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ UL ഉണ്ട്. UL എന്ന് വെച്ചാൽ എന്താണ്? അതായത് അപ്പർ ലിമിറ്റാണ്. ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും ഉണ്ടാവും, ലോവർ ലിമിറ്റും ഉണ്ടാവും. അപ്പോൾ UL എന്ന് വെച്ചാൽ അപ്പർ ലിമിറ്റും LL എന്ന് വെച്ചാൽ അവിടെ ലോവർ ലിമിറ്റും ആണ്. അപ്പോൾ ULൻ്റെ അകത്ത് ഇപ്പോൾ 0 to 10 ആണെങ്കിൽ ഇതിൽ UL 10 ആയിരിക്കും. അപ്പർ ലിമിറ്റ് ഇവിടെ 10 ആണ്, ലോവർ ലിമിറ്റ് 0 ആയിരിക്കും. അപ്പോൾ 10 to 20 ആണെങ്കിൽ ഇതിൽ അപ്പർ ലിമിറ്റ് 20, ലോവർ ലിമിറ്റ് 10 ആണ്. അപ്പോൾ നമ്മളത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സസിൻ്റെയും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എഴുതാം. പിന്നെ അടുത്ത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നമുക്കിവിടെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി അത് കാണുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയത് 2 ആണ്. അപ്പോൾ 2 എഴുതാം. പിന്നെ അടുത്തത് കാണുകയാണെങ്കിൽ നമുക്ക് കിട്ടിയതിൻ്റെ മുന്നുള്ളതിൻ്റെയും കൂടെ ആഡ് ചെയ്തിട്ട് എഴുതാം. അതിപ്പോൾ ഇവിടെ ഫ്രീക്വൻസി 5 ആണ്. അപ്പോൾ അതിൻ്റെ മുന്നിലുള്ളത് 2 ആണ്. 2 + 5 7. അതേപോലെ തന്നെ അടുത്തത് 8 ആണ്. അപ്പോൾ മുന്നുള്ളത് 2 + 5 ആണ്. അപ്പോൾ 2 + 5 + 8, അപ്പോൾ 15 കിട്ടും. അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാം എഴുതാം. പിന്നെ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ നമ്മൾ ടോട്ടൽ ഫ്രീക്വൻസി നമ്മൾ ഏറ്റവും ഹയസ്റ്റ് സൈസാണ്. അതായത് നേരത്തെ കിട്ടിയതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ചെയ്യുക. അതായത് ഇവിടെ ഹയസ്റ്റ് സൈസ് ഓഫ് ക്ലാസ്സിന്ന് ലോവസ്റ്റ് സൈസിലേക്കാണ് എഴുതുക. അതായത് ഇപ്പോൾ നമുക്ക് പറയാം ബോട്ടം ടു ടോപ്പ് എന്ന് പറയാം. ഇതിൻ്റെ ബോട്ടം ടു ടോപ്പ് ആണെങ്കിൽ നമുക്കിവിടെ കിട്ടിയത് 3, 7, 10, 5, 8, 2. അപ്പോൾ അതാണ് ഇവിടെ ഫസ്റ്റ് വരിക. അപ്പോൾ അതേപോലെ തന്നെ അടുത്തത് 3, 7, 10, 8, 5. അങ്ങനെ ഇതിൻ്റെ ബോട്ടം ടു ടോപ്പ് വൈസാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക, ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ. പിന്നെ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഒജീവാണ്. ഒജീവ് എന്ന് വെച്ചാൽ നമ്മളെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി റെപ്രസെൻ്റ് ചെയ്യാനുള്ളൊരു ഗ്രാഫാണ്. അതായത് നമ്മളെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒജീവാണ്. അപ്പോൾ ഈ ഒജീവിൻ്റെ അകത്ത് നമുക്ക് ലെസ് ദാൻ ബേസിസും അല്ലെങ്കിൽ മോർ ദാൻ ബേസിസും. അപ്പോൾ നമുക്ക് അറിയാം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീൻ്റെ അകത്ത് നമ്മൾ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും ഉണ്ട്. അപ്പോൾ അത് രണ്ടും റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒജീവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഗ്രാഫ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ രണ്ട് മെത്തേഡ്സ് ഇതിൻ്റെ അകത്തുണ്ട്. ലെസ് ദാൻ ഒജീവും അതേപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഒജീവും ഇതിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 പാറ്റേൺ ഇതിൽ തന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഫ്രീക്വൻസി ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റയും താഴെ കൊടുത്തിട്ടുണ്ട്. മാർക്കും ഫ്രീക്വൻസിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ മാർക്കും ഫ്രീക്വൻസിയും വെച്ച് നമുക്ക് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീൻ്റെ ഗ്രാഫാണ് നമുക്ക് ആദ്യം വരയ്ക്കാനുള്ളത്. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ
നമുക്ക് ഈ കിട്ടിയ ഫ്രീക്വൻസീൻ്റെ പോയിൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം. അപ്പോൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മളിവിടെ എടുക്കുന്നത് എക്സ് ആക്സിസിൽ 0 to 80 വരെയും, അതായത് ഓരോന്ന് 10 എന്നുള്ള സ്കെയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഓരോ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ കിട്ടിയ ഫ്രീക്വൻസിയും അതേപോലെ മോർ ദാൻ ഫ്രീക്വൻസി ടേബിളും യൂസ് ചെയ്തിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീൻ്റെ ഒരു കർവാണ് കിട്ടിയിരിക്കുന്നത് ഒജീവിൻ്റെ അകത്ത്. അപ്പോൾ അതിനെയാണ് മോർ ദാൻ ഒജീവ് കർവ് എന്ന് പറയാം. ഓക്കെ, പിന്നെ അടുത്തത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. അപ്പോൾ സെൻട്രൽ ടെൻഡൻസീൻ്റെ മെഷേഴ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സിംഗിൾ വാല്യൂ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഒരു സെറ്റ് ഓഫ് അൺഈക്വൽ വാല്യൂസിൻ്റെ അകത്തുനിന്നൊരു സിംഗിൾ വാല്യൂവിന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിംഗിൾ വാല്യൂ എപ്പോഴും ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ലൊക്കേഷനിലാവും. അപ്പോൾ അതിൽ തന്നെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ തന്നെ മെയിൻലി 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണ് അരിത്തമാറ്റിക് മീൻ ആണ്. അപ്പോൾ അരിത്തമാറ്റിക് മീൻ അല്ലെങ്കിൽ AM, അരിത്തമാറ്റിക് മീൻ നമുക്ക് AM എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ AM എന്ന് വെച്ചാൽ നമ്മൾ കോമൺ ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അരിത്തമാറ്റിക് മീൻ. അത് നമ്മൾ ആവറേജ് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വാല്യൂ നമുക്ക് കിട്ടുന്നത്, അതായത് നമ്മൾ സം ഓഫ് ഗിവൺ ഒബ്സർവേഷൻസും അതേപോലെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസും കൂടെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അരിത്തമാറ്റിക് മീന്. പിന്നെ അടുത്തത് ഡെഫിനിഷൻ ഫോർ എ റോ ഡാറ്റയാണ്. അതായത് ഇപ്പോൾ ഒരു റോ ഡാറ്റ അല്ലെങ്കിൽ അൺഗ്രൂപ്പ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റേൻ്റെ അരിത്തമാറ്റിക് മീൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ സപ്പോസ് x1 x2 x3 എക്സെട്ര ആണ് നമ്മുടെ ഒബ്സർവേഷൻസ്. അപ്പോൾ അതിൽ നമ്മൾ കാണുമ്പോൾ എക്സ് ബാറിനെ, അതായത് എക്സ് ബാർ എന്ന് വെച്ചാൽ അരിത്തമാറ്റിക് മീനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എക്സ് ബാർ കാണാൻ വേണ്ടിയിട്ട് x1 + x2 + x3 + എക്സെട്ര അപ് ടു xn/n. അപ്പോൾ ഈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസിൻ്റെ സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റോ ഡാറ്റേൻ്റെ അല്ലെങ്കിൽ അൺഗ്രൂപ്പ്ഡ് ആയിട്ടുള്ള ഡാറ്റേൻ്റെ മീൻ കിട്ടും, അരിത്തമാറ്റിക് മീൻ കിട്ടും. അപ്പോൾ അതിനെ നമുക്ക് എക്സ് ബാറിനെ, അതായത് സിഗ്മ x/n എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് സിഗ്മ എന്ന് വെച്ചാൽ നമ്മളെ സമ്മേഷനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ്. അപ്പോൾ ഇവിടെ ഈ x1 x2 x3ൻ്റെ പകരം നമ്മൾ സിഗ്മ എന്ന് യൂസ് ചെയ്യുകയാണ്, സിഗ്മ എക്സ്. അതായത് ടോട്ടൽ സമ്മിനെയാണ് സിഗ്മ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്, സിഗ്മ x/n. ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ അരിത്തമാറ്റിക് മീൻ ഓഫ് 12, 18, 14, 15, 16. അപ്പോൾ അത് കാണുകയാണെങ്കിൽ നമുക്ക് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ x/n ചെയ്യാം. അപ്പോൾ ഈ 12 + 18 + 14 + 15 + 16 ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, ഇവിടെ 5 ഒബ്സർവേഷൻസ് ആണുള്ളത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് 75/5 കിട്ടും. അപ്പോൾ 15. അപ്പോൾ 15 ആണ് ഇവിടുത്തെ അരിത്തമാറ്റിക് മീന്. പിന്നെ അടുത്തത് ഡെഫിനിഷൻ ഫോർ എ ഫ്രീക്വൻസി ഡാറ്റ. അടുത്തത് റോ ഡാറ്റ ആയിരുന്നു. പിന്നെ അടുത്തത് ഒരു ഫ്രീക്വൻസി ഡാറ്റേൻ്റെ അരിത്തമാറ്റിക് മീൻ കാണാൻ, അതായത് ഇപ്പോൾ ഒരു ഡാറ്റേൻ്റെ സെറ്റ് x1 x2 എക്സെട്ര അപ് ടു xn നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ മിഡിൽ വാല്യൂ ഓഫ് ക്ലാസ്, അതായത് നമുക്കൊരു ഫ്രീക്വൻസീൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീൻ്റെ മിഡിൽ വാല്യൂ കാണണം, അതായത് f1 f2 എക്സെട്ര അപ് ടു fn. അപ്പോൾ അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എക്സ് ബാർ ഈക്വൽ ടു f1 ഇൻറ്റു x1 + f2 ഇൻറ്റു x2 + എക്സെട്ര അപ് ടു ഏതുവരെയാണോ ഉള്ളത്, അതായത് fn ഇൻറ്റു xn വരെ ചെയ്യാം, ഡിവൈഡഡ് ബൈ n. അപ്പോൾ അതിനെ സിഗ്മ f(x/n) എന്ന് പറയും. അതായത് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ f(x/n). അതായത് ടോട്ടൽ
അതായത് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി, അതായത് F1 F2 എക്സെട്ര അപ് ടു FN, അതിനെയാണ് സിഗ്മ എഫ് ഓഫ് എക്സ് എന്ന് പറയാം. അതേ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പോൾ അതിൽ എന്നെ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ എഫ് ആണ്, അതായത് സമ്മേഷൻ ഓഫ്, അതായത് ടോട്ടൽ ഫ്രീക്വൻസിനെയാണ് എന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എന്നുള്ളത്. ഇപ്പോൾ ഡാറ്റ തന്നിട്ടുണ്ട്, അതായത് 40 വർക്കേഴ്സ്, ഒരു ഫാക്ടറീൻ്റെ അകത്ത് 40 വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഡെയിലി ഏർണിങ്സ് ആണ് ഇതിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ വർക്കേഴ്സിൻ്റെയും ആവറേജ് ഇൻകം ആണ് കാണേണ്ടത്. അപ്പോൾ ആവറേജ് ഇൻകം കാണുമ്പോൾ ഓരോരുത്തരുടെ ഡെയിലി ഏർണിങ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതും എഴുതാം. ഈ ടേബിളിൻ്റെ അകത്ത് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്പർ ഓഫ് വർക്കേഴ്സ് ഉണ്ട്, പിന്നെ എഫ് ഓഫ് എക്സ്, അതാണ് കാണേണ്ടത്. അപ്പോൾ ഡെയിലി ഏർണിങ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്പർ ഓഫ് വർക്കേഴ്സ്, ഇത് എല്ലാം കൂടെ നമ്പർ ഓഫ് വർക്കേഴ്സ് എത്ര പേരുണ്ടെന്ന് കാണാം, 40. അതേപോലെ തന്നെ എഫ് ഓഫ് എക്സിൻ്റെ ടോട്ടൽ കാണാം, 290. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ ഇക്വേഷൻ സിഗ്മ എഫ് ഓഫ് എക്സ് ബൈ എൻ ആണ്, എക്സ് ബാർ കാണാൻ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് കിട്ടിക്കുന്നത് 290 ആണ്. അപ്പോൾ 290 ബൈ എൻ, അതായത് 290 ബൈ 40 എന്ന് പറയുമ്പോൾ 7.25 കിട്ടും. അപ്പോൾ ഒരു വർക്കറിൻ്റെ ആവറേജ് ഇൻകം എന്ന് പറയുന്നത് 7.25 ആണ്. ഓക്കെ.